ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന പുസ്തകം ലോകം മുഴുവൻ ഏകദേശം 25 മില്യൺ കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്നൊരു പുസ്തകമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. സ്റ്റീഫൻ ആർ കോവയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ്. പിന്നെ ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് MP സദാശിവനാണ്. ഏകദേശം ഇത് 392 പേജാണ് ഇതിലുള്ളത്. ഇതിൽ നമ്മൾ ശീലമാക്കേണ്ട 7 കാര്യങ്ങളെക്കുറിച്ചാണ് വളരെ സമഗ്രമായിട്ട് ഒരുപാട് ഉദാഹരണങ്ങളും വിശദീകരണങ്ങളുമായിട്ട് അദ്ദേഹം വളരെ എഫക്റ്റീവായിട്ട് ഇത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് ഓരോ ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് സ്വകാര്യ വിജയം, ഭാഗം 1 നിദർശനങ്ങളും സിദ്ധാന്തങ്ങളും എന്നുള്ളൊരു ഭാഗം. അതിൽ മൊത്തത്തിൽ ഈ 7 ശീലങ്ങളെക്കുറിച്ചുള്ള മൊത്തത്തിലൊരു ഉൾക്കാഴ്ച നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ ഭാഗം 2 സ്വകാര്യ വിജയം. അതിൽ 3 ശീലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, നമ്മളെ പോസിറ്റീവ് മൈൻഡ് സെറ്റിനെ കുറിച്ച്. നമ്മൾ ഏത് വിഷയം ചെയ്യുകയാണെങ്കിലും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താവാൻ പറ്റുള്ളൂ, വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ നെഗറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി ഏത് കാര്യത്തെ എത്ര സിമ്പിളായിട്ടുള്ളതും എത്രയും മൂല്യവത്തായ കാര്യത്തെ നെഗറ്റീവ് മൈൻഡോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനുതകുന്ന അതിന് പറ്റുന്നൊരു റിസൾട്ട് അതിനുണ്ടാവില്ല എന്നുള്ളതാണ് അതിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത്തെ ശീലം എന്നുള്ളത് അവസാനം ഇതിൻ്റെ റിസൾട്ട് എന്താവുന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. റിസൾട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനത്തെ റിസൾട്ട് എന്താണെന്ന് മനസ്സിൽ കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലുണ്ടാവും. അങ്ങനെ നമുക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. മൂന്നാമത്തത് മുൻഗണനകൾ നൽകുക. ആദ്യം മുൻഗണനകൾ നൽകുക. അതായത് ഏറ്റവും ഇമ്പോർട്ടൻറ്റും പ്രാധാന്യവുമുള്ള അർജൻറ്റുമായ കാര്യങ്ങൾ ആദ്യം ചെയ്യാൻ ഏറ്റവും മുൻഗണന നൽകി ഓരോ ദിവസവും പ്ലാൻ തയ്യാറാക്കി നൽകുക എന്നുള്ളതാണ് അദ്ദേഹം മൂന്നാമത്തെ ഒരു ശീലമായിട്ട് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഭാഗത്ത് പൊതുവായിട്ടുള്ള വിജയത്തിൽ അതിൽ 3 ശീലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, പരസ്പരം നമ്മൾ കൊണ്ടുകൊടുക്കൽ. നമ്മൾ മനുഷ്യന് സാമൂഹ്യ ജീവിയാണ്. അപ്പോൾ പരസ്പരം കൊണ്ടുകൊടുക്കൽ. പരസ്പരം വ്യക്തികൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ വിജയത്തിന് വേണ്ടി ആശംസിക്കുക. അങ്ങനെ ഒരു നമ്മൾ ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്നൊക്കെ പറയുന്ന ആ ഒരു തത്വമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അങ്ങനത്തെ ഒരു ശീലം നമ്മൾ വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ്. നമ്മൾ ഉദ്യോഗസ്ഥരുണ്ടാവും, മേലുദ്യോഗസ്ഥരുണ്ടാവും, സഹപ്രവർത്തകരുണ്ടാവും. എല്ലാവർക്കും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നമ്മളെ മനസ്സിൽ അനാവശ്യമായിട്ടുള്ള കുശുമ്പ്, അസൂയ, ആ ചിന്തകൾ ഒന്നുമില്ലാതെ എല്ലാവർക്കും പോസിറ്റീവായ ഫ്രീ മൈൻഡോടുകൂടി എല്ലാവരോടും ഇടപെടുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ ശീലം, അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ, പിന്നെ മനസ്സിലാക്കപ്പെടാനും. നമ്മളെപ്പോഴും ഇത് കാര്യമായിട്ട് നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞു വെക്കുന്നത്. അത് നമ്മുടെ ജീവിത പങ്കാളിയോട് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അവരെ നമ്മളെ മനസ്സിലാക്കണം. നമ്മുടെ ജീവിത പങ്കാളി നമ്മളെ മനസ്സിലാക്കണം എന്നാണ് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നേരെ ഓപ്പോസിറ്റ്. ആദ്യം നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുക. ആദ്യം നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് മറ്റുള്ളവരെ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലാക്കുക. നമ്മളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും മനസ്സിലാക്കുകയും എന്നിട്ട് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നിലവിലെ ചിന്താഗതി മാറ്റിയിട്ട് നമ്മളാദ്യം മനസ്സിലാക്കുക. നമ്മളത് മനസ്സിലാക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ സ്വന്തം മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളെ മനസ്സിലാക്കുക, നമ്മളെ പോരായ്മകൾ തിരുത്തും, നമ്മൾ കാര്യങ്ങൾ പോസിറ്റീവാക്കും, കാര്യങ്ങൾ നല്ല രീതിയിലാക്കും, നല്ല പെരുമാറ്റം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ നമ്മളോടും നല്ല രീതിയിൽ പെരുമാറുമ്പോൾ അവർ നമ്മളെ മനസ്സിലാക്കും. വളരെ ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു സംഗതിയാണത്. ആറാമത്തെ ശീലം യോജിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് ഒരു കൂട്ടായ്മയോടുകൂടി കാര്യങ്ങൾ പ്രവർത്തിക്കുക. നമ്മൾ മറ്റുള്ളവരെ സഹകരിക്കുക, അവരുടെ ജോലിയിൽ അവരെ സഹായിക്കുക, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക. നമ്മളൊരു സാമൂഹിക ജീവി എന്ന സാമൂഹിക മനോഭാവത്തോടുകൂടി സോഷ്യലായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആറാമത്തെ ശീലം. പിന്നെ ഭാഗം 4 നവീകരണം.
അതായത് ശീലം 7-ാമത്തതാണ് അതിൽ പറയുന്നത്. അതിൽ വാളിന് മൂർച്ച കൂട്ടുക എന്നുള്ളത്. നമ്മൾ ഓരോ ദിവസവും നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വായനയിലൂടെയും മറ്റു പ്രാർത്ഥനയിലൂടെയും ആരോഗ്യ സംരക്ഷണത്തിലൂടെയും സാമൂഹികമായ ഇടപെടലുകൾ നമ്മളെ ഒരുമിച്ച് കൂട്ടണം. അതിന് മനോഹരമായിട്ടുള്ളൊരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞത് ഒരു മരം വെട്ടുകാരൻ്റെ കഥയാണ്. ആ മരം വെട്ടുകാരൻ ഒരു മരം മുറിക്കാൻ രാവിലെ മുതൽ ഒരു മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയായിട്ടും അത് മുറിഞ്ഞ് വീഴുന്നില്ല. അപ്പോൾ അതിൽ പോയ ഒരാൾ പറയുന്നത്, നിങ്ങളൊരു 5 മിനിറ്റ് വിശ്രമം എടുത്ത് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വിശ്രമം എടുത്ത് ആ വാളിന് മൂർച്ച കൂട്ടുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കഴിയൂലേ, പെട്ടെന്ന് മുറിച്ച് കഴിയുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ മരവെട്ടുകാരൻ പറയുന്നു, അതിനെനിക്ക് സമയമില്ല. അത് നമ്മളെപ്പോഴും പറയുന്നതാണ്, നമുക്കതിന് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വേണ്ട കാര്യങ്ങൾ വളരെ അത്യാവശ്യമായ നമ്മുടെ ജീവിതത്തിനും വിജയത്തിനും അത്യാവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ നമ്മുടെ ജോലി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വായന, നമ്മൾ മാനസികമായിട്ടുള്ള ഉന്മേഷം നൽകണം. അതിന് പ്രാർത്ഥനകൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പിന്നെ ശാരീരികമായിട്ടുള്ള ഉന്മേഷം വേണം, അതിന് എക്സസൈസ് ചെയ്യണം. അതിന് നമ്മൾ ദിവസം ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മാറ്റി വെക്കണം. പ്രാർത്ഥനകൾക്ക് മാറ്റി വെക്കണം. പിന്നെ വായനയ്ക്ക് മാറ്റി വെക്കണം. നമ്മളെ അറിവുകൾ, വിജ്ഞാനങ്ങൾ, നമ്മുടെ ചിന്താഗതികൾ മാറ്റി പുരോഗതിപ്പെടാൻ വേണ്ടിയിട്ട്, അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വായനയ്ക്ക് വേണ്ടി മാറ്റി വെക്കണം. പിന്നെ മാനസിക ഉല്ലാസത്തിന് വേണം. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേ നമ്മുടെ ജോലിയിലും മറ്റു കാര്യങ്ങളും നമ്മുടെ ചിന്തയിലൊക്കെ നമുക്ക് വികസനം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു ഫ്രീ ഇല്ലാതെ ഫുള്ള് എല്ലാ സമയത്തും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് അതിന് വർക്ക് ചെയ്യുന്നൊരു മനസ്സംതൃപ്തിക്കപ്പുറം റിസൾട്ട് ഉണ്ടാവില്ല. നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ ആവശ്യമായ വാളിന് മൂർച്ച കൂട്ടുക എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമുകൾ പങ്കെടുക്കണം, മറ്റു ക്ലാസ്സുകൾ പങ്കെടുക്കണം, മറ്റുള്ളവരെ കേൾക്കണം, സൗഹൃദങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമ്മളെ മനസ്സിന് വേണ്ട ഒരു ഇതുണ്ടാവുള്ളൂ, സംഗതി ഉണ്ടാവുള്ളൂ, പോസിറ്റീവ്നെസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ 7 കാര്യങ്ങൾ. പിന്നെ അവസാനമായിട്ട് അദ്ദേഹം പറയുന്നത്, ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഇത് എല്ലായ്പ്പോഴും എല്ലാ സമയത്തും എല്ലാവർക്കും ഇത് വേണ്ട രീതിയിൽ അത് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. എന്നാലും നമ്മൾ ശ്രമിക്കണം. ഈ 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് തീർച്ചയായിട്ടും നമുക്ക് വലിയ വിജയം ഉണ്ടാകും എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ മനോഹരമായൊരു പുസ്തകമാണ്. പിന്നെ ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണ് ഞാൻ വായിച്ചത്, സദാശിവൻ എഴുതിയ. പക്ഷെ ഇത് ഒരു അത്ര വലിയ ക്വാളിറ്റി ഉള്ള കണ്ടൻറ്റുകളും ഒക്കെ ആണെങ്കിലും ഇതിൻ്റെ പരിഭാഷ അത്ര ഒരു മികച്ചതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും വായനയ്ക്ക് ഞാൻ കുറച്ച് സമയം എടുത്താണെങ്കിലും 392 പേജ് വായിച്ചല്ലോ. അപ്പോൾ കുറച്ച് സമയം എടുത്തെങ്കിലും ഇത് വായിക്കുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ ഇംഗ്ലീഷ് ഭാഷയായിരിക്കും ഒന്ന് വായിക്കാൻ നല്ലത് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ പരിഭാഷ സ്വാഭാവികമാണ്. മറ്റൊരു ഭാഷയിൽ നിന്ന് വേറൊരു വിദേശ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ പരിഭാഷപ്പെടുന്ന അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടാവും. അങ്ങനെ ആ ഒരു പോരായ്മ ഇതിലുണ്ട്. അതുകൊണ്ട് ഒരു മലയാളത്തിന് അത്ര ഒരു വായനാ സുഖമല്ല. എന്നാൽ ഇതിൻ്റെ കണ്ടന്റ് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളത് റിസ്ക് എടുത്ത് വായിക്കാനും ശ്രമിക്കും. ഏതായിരുന്നാലും ഇത് വായിച്ച് ഈ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ വിജയങ്ങളും ഉണ്ടാവും. എല്ലാവർക്കും എല്ലാ വിജയ ആശംസകളും നേരുന്നു.